അനവസ്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീയുന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയുമെന്നുള്ളിലാകണം. നീയല്ലോ സൃഷ്ടിയും സൃഷ്ടമായതും സൃഷ്ടിജാലവും. നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. നീയല്ലോ മായയും മായാവിയും മായാവിനൂതനും. നീയല്ലോ മായയെ എനിക്ക് സായുജ്യ നൽകുമാര്യനും. നീ സത്യം ജ്ഞാനമാനന്ദം നീ തന്നെ വർത്തമാനവും ഭൂതവും ഭവിയും വേറല്ലോതുമൊഴിയും മോട്ടിൽ നീ. അകവും പുറവും തിങ്ങും മഹിമാവർണ്ണ നിൻ പദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങ് ഭഗവാനെ. ജയിക്കുക ജയിക്കുക മഹാദേവ ദിനവന പരായണ. ജയിക്കുക ചിദാനന്ദ ദയ സിന്ധു. ജയിക്കുക ആഴമേറും നിന്നവസാവാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. അവനവന് ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന്നു സുഖത്തിനായി വരണം. അവനവന് ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന്നു സുഖത്തിനായി വരണം. എന്താണ് ആത്മസുഖം എന്ന് പറഞ്ഞാൽ? അവനവൻ്റെ സുഖം തന്നെയാണ് ആത്മസുഖം. അവനവന് വേണ്ടി ജീവിക്കുകയാണല്ലോ പ്രധാനം. നമ്മുടെ കാര്യം ആരും നോക്കിത്തരും? നമ്മുടെ ജീവിതം നമുക്കുള്ളതാണ്. നമ്മുടെ എല്ലാ മേഖലയിലും നമുക്ക് സ്വാതന്ത്ര്യവും സമാധാനവും സംതൃപ്തിയും ഉണ്ടാവണം. ഗുരു എന്താ പറയുന്നത്? എല്ലാവർക്കും സുഖമുണ്ടാവട്ടെ, അറിവുണ്ടാകട്ടെ. അതാണ് മനുഷ്യനെ നന്നാക്കാനുള്ള മരുന്ന്. നന്നാവുക എന്നുള്ളതാണ്. അപ്പം നാം ശരീരമല്ല, അറിവാകുന്നു. ശരീരമുണ്ടാകുന്നതിന് മുൻപിലും അറിവായ നാം ഉണ്ടായിരുന്നു. ഇനി ഇതൊക്കെയും ഇല്ലാതെ പോയാലും നാം ഇപ്രകാരം പ്രകാശിച്ചുകൊണ്ട് തന്നെയിരിക്കും. ജനനം, മരണം, ദാരിദ്ര്യം, രോഗം, ഭയം ഇതൊന്നും നമ്മെ തീണ്ടുകയില്ല. ഇപ്രകാരം ഉപദേശിക്കപ്പെടും തിരുവാക്കുകളെയും ഈ തിരുവാക്കുകളുടെ ഉപദേഷ്ടാവായ പരമാത്മാവിനെയും ഞാൻ ഊണിലും ഉറക്കത്തിലും ഇടപെടാതെ എല്ലായ്പ്പോഴും ചിന്തിക്കുമാറാകണമേ. അപ്പം നന്നാവാനുള്ള പണി അറിവുണ്ടാകും. അതാണ് പ്രധാനമായും വിദ്യാഭ്യാസം. അറിവുണ്ടാകാനുള്ള മേഖലകളാണ് ഗുരു പറഞ്ഞത്. ക്ഷേത്ര നിർമ്മാണത്തെ ഇനി പ്രോത്സാഹിപ്പിക്കരുത്. വിദ്യ പ്രകാശിക്കട്ടെ, അല്ലെങ്കിൽ അറിവുണ്ടാകട്ടെ. അതിനുള്ള കേന്ദ്രങ്ങൾ, അതിനുള്ള സംവിധാനങ്ങൾ, ആസൂത്രണമാണ് എപ്പോഴും മുന്നിട്ട് നിൽക്കേണ്ടത്. നമ്മുടെ കുഞ്ഞുങ്ങളെ വിദേശത്ത് വിട്ട് പഠിപ്പിക്കണമെന്നാണ്. ടെക്നോളജി, സാങ്കേതിക വിദ്യ ധാരാളം പശ്ചാത്തലർക്കുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പണമില്ല, സമയമില്ല എന്ന് പറയുന്നത് ശരിയല്ല. നിങ്ങൾ ചീട്ട് കളിച്ചിട്ടും മദ്യം കഴിച്ചിട്ടും ഒക്കെ പണവും സമയവും ഒക്കെ ദുർവിനിയോഗം ചെയ്യുന്നു. അതുകൊണ്ട് അങ്ങനെയല്ല വേണ്ട. പണമുള്ളവരുടെ മുറയായിട്ട് ഒരു പൊതു ഭണ്ഡാരത്തിലിട്ട് പൂട്ടിയാൽ പോലും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാമല്ലോ. അപ്പം അറിവുണ്ടായാൽ സമസ്ത മേഖലയിലും വിജയിക്കാനുള്ള ഒരു തന്ത്രം രൂപപ്പെടും. ഗുരുവിനൊരു തന്ത്രം ഉണ്ടായിരുന്നു. എന്ത് തന്ത്രമാണ് അത്? ആശാന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ആശാൻ ഒരു പാട്ട് എഴുതി. എന്താണ്? സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. അപ്പം നമ്മൾ ആരും പരതന്ത്രത്തിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. പ്രത്യേകിച്ചും നമ്മളിപ്പോൾ സ്വതന്ത്ര ഭാരതത്തിലെ വോട്ടർ ഐ ഡിയൊക്കെയുള്ള പൗരന്മാരാണ്. എന്തായാലും ഗുരു ജനിച്ചപ്പോൾ, വളർന്നപ്പോൾ, വികാസം പ്രാപിച്ചപ്പോൾ, ശരീരം വിടുമ്പോൾ, അല്ലെങ്കിൽ സമാധി പ്രാപിക്കുമ്പോഴൊക്കെ സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ചില്ല. അപ്പോൾ ശ്രീനാരായണ ഗുരുസ്വാമികളും ഡോക്ടർ പൽപ്പുവും ഈ പറഞ്ഞതുപോലെ കുമാരനാശാൻ ഉൾപ്പെടെ ഉള്ളവർ ഒരുമിച്ച് നിന്നതുകൊണ്ട് പാശ്ചാത്യരായിട്ടുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന്, രാജാക്കന്മാരായിട്ടുള്ളവരിൽ നിന്നും മതതീവ്രവാദികളിൽ നിന്നും ഒക്കെ നമ്മൾ സ്വതന്ത്രരായി ഇന്ന് ഇന്ത്യൻ ജനാധിപത്യം അല്ലെങ്കിൽ റിപ്പബ്ലിക്കൊക്കെ ആയി നിലകൊള്ളുന്നു. പക്ഷേ നമ്മൾ നന്നായോ? സ്വയം അത് അവലോകനം ചെയ്യുകയും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വിജയിക്കേണ്ടെന്ന മാതൃകയെക്കുറിച്ചും ഗുരു പറഞ്ഞതും കാണിച്ചു തന്നും
പ്രഖ്യാപിച്ചതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും നമ്മൾ എത്രമാത്രം എത്തപ്പെട്ടു എന്ന് ഒരു ചിന്ത നൽകുന്നത് നല്ലതാണ്. അപ്പം നമ്മുടെ മനസ്സെന്ന് പറയുന്നത് എന്താണ്? അനേകം ചിന്തകളുടെ നിരന്തരമായ പ്രവാഹം, അതോടൊപ്പം അനേകം വികാരങ്ങൾ. ഈ വികാരങ്ങളൊക്കെ വന്ന് വികാരത്തള്ളലിൽ നമ്മൾ വീണുപോയിട്ട് കാര്യമുണ്ടോ? ഈ വികാരങ്ങളെയൊക്കെ നിരീക്ഷിച്ച് അതിനോട് ചേർത്ത് ബുദ്ധിയോട് ചേർത്ത് വിവേകമുണ്ടായി, നല്ല ബോധ ഉദയമുണ്ടായി. സിദ്ധാർത്ഥ രാജകുമാരന് ബോധോദയം ഉണ്ടായിട്ടോ നാരായണ ഗുരുസ്വാമിക്ക് ബോധോദയം ഉണ്ടായിട്ടോ മാത്രം കാര്യമുണ്ടോ? നമുക്ക് ഓരോരുത്തർക്കും ബോധോദയം ഉണ്ടാവേണ്ടതുണ്ട്. അതിനായിട്ടുള്ള ശരിയായ ഒരു പാറ്റേണിൽ കൂടെ നമ്മൾ സഞ്ചരിക്കുകയും ജീവിത വിജയം കൈവരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇന്നിൻ്റെ ആവശ്യം. അപ്പം രാഷ്ട്രീയക്കാരുടെയും സമുദായക്കാരുടെയും സംഘടനക്കാരുടെയും അല്ലെങ്കിൽ ഈ പുരോഹിതന്മാരുടെയൊക്കെ ഇടയിൽപ്പെട്ട് ഞെരിഞ്ഞു പോകാതെ സ്വന്തം തന്ത്രം, സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കണം. അപ്പം വിദ്യാഭ്യാസം കൊണ്ടും തൊഴിൽ കൊണ്ടും വരുമാനം കൊണ്ടും സമാധാനം കൊണ്ടും ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും വിജയിക്കുക എന്നുള്ള ഒരു തന്ത്രം നാരായണ ഗുരുസ്വാമി തൃപ്പാദങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. അതിനെ സ്വാംശീകരിക്കുകയും സ്വാനുഭവപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഇന്നിൻ്റെ ആവശ്യം. നമസ്കാരം.